വെറുതെ ഒരു മഞ്ഞന്റെ പാളയത്തിൽ വീഴത്തില്ല. വെറുതെ ഒരു അപമാനം എന്റെ കുടുംബത്തിൽ വരത്തില്ല. നോക്കൂ ഞാനൊരു കാര്യം പറയട്ടെ. നാട്ടിൽ വർഗീയത കുത്തിപ്പോക്കാൻ വേണ്ടി പല പരിശ്രമങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടം ഇട്ട് സ്കൂളിൽ വന്നതും അതും ഇതും ഒക്കെ പറഞ്ഞിപ്പോൾ വലിയ വലിയ വിഷയങ്ങളുണ്ടാക്കുകയാണ്. പണ്ടൊക്കെ ആരെങ്കിലും, നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, പണ്ടൊക്കെ ആരെങ്കിലും തട്ടത്തിൻ്റെ പേരിലോ കുരിശിൻ്റെ പേരിലോ പൊട്ടിൻ്റെ പേരിലോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. സന്തോഷമായിട്ട് മതസൗഹാർദ്ദത്തോടു കൂടി കഴിഞ്ഞിരുന്നൊരു സമയം. ഇപ്പോൾ രാഷ്ട്രീയക്കാരും പിന്നെ വർഗീയവാദികളും ഉള്ളിൽ വർഗീയതയും പുറമേ പുഞ്ചിരിയായിട്ട് നടക്കുന്ന കുറച്ച് എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൊടി പിടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരും കുറച്ച് അഭിഭാഷകരും എല്ലാവർക്കും കോടതി അടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് മതത്തിലായാലും വർഗീയതയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പും അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ട്രോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ ഞാനൊരു കാര്യം പറയട്ടെ. കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതുവോ? വേറെ എന്ത് കരുതാൻ? കാര്യം പറഞ്ഞൊന്ന് കരുതും. പറയുമ്പോൾ ഞെട്ടരുത്, കേട്ടോളി. ശിരോവസ്ത്ര വിലക്കിൽ സെന്റ് റീത്ത സ്കൂളിന്റെ അഭിഭാഷകയ്ക്ക് ഹൈക്കോടതിയുടെ താക്കീത്. മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്ന് വേർതിരിച്ചുള്ള പരാമർശമാണ് കോടതി താക്കീത് ചെയ്തത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ഉള്ളുവെന്ന് ജസ്റ്റിസ് VG അരുൺ പറഞ്ഞു. കുട്ടികളെ വേർതിരിച്ച് കാണുന്നത് എന്തിനെന്നും ഹൈക്കോടതി വിമർശിച്ചു. ആ മഞ്ഞിനകത്ത് മഞ്ഞ പൊതിഞ്ഞു വിടുകയാ. മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അഹമ്മദ് മുജ്തബയുടെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ മുജ്തബ, ഈ അഭിഭാഷകയെ പഠിപ്പിക്കേണ്ട രീതിയായിരുന്നു കോടതിയുടേത്. പാളയത്തിൽ മഞ്ഞ് വീഴുമ്പോൾ ഹൈക്കോടതി കൃത്യമായി തന്നെ ഒരു താക്കീത് പോലെ, ഒരു മുന്നറിയിപ്പ് പോലെ അഭിഭാഷകയോട് ഒരു വിമർശനം ഉന്നയിച്ചത്. സ്കൂളുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരെ കുട്ടികൾ എന്നാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നാണ് വിളിക്കേണ്ടത്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ എന്തിനാണ് വേർതിരിച്ച് കാണിക്കുന്നത്? ശക്തിയുടെ മാറ്റായുണ്ട്. ഹർജി പരിഗണിക്കുന്നതിനിടെ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്നൊക്കെ വേർതിരിച്ച് പരാമർശിച്ച അഭിഭാഷക ബിമല ബേബിയെ ജസ്റ്റിസ് VG അരുൺ രൂക്ഷമായി വിമർശിച്ചു. മാത്രമല്ല അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റില്ലടോ. കുട്ടികളെ എന്തിനാണ് ആ തരത്തിൽ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. എന്തായാലും ഈ ആവശ്യം കോടതി തള്ളിയെന്ന് മാത്രമല്ല, അഭിഭാഷകയുടെ അല്ലെങ്കിൽ സ്കൂളിന്റെ അഭിഭാഷകയുടെ സെന്റ് റീത്ത പബ്ലിക് സ്കൂളിന്റെ അഭിഭാഷകയോട് ഒരു വിമർശനം എന്നുള്ള നിലയ്ക്ക്, ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക്, ഒരു താക്കീത് എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതി കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്യുന്നു. ഡോക്ടർ, ഇതുവല്ല മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല.